കോട്ടിന്റെ ഓപ്പോസിറ്റ് സൈഡിൽ ആദ്യം ഉണ്ടായിരുന്നത് ലോഫ്റ്റ് ഇല്ലാത്തൊരു വാർഡ്രോബ് ആയിരുന്നു. ഒരു വുഡൻ ടെക്സ്ചറിൽ വരുന്ന വാർഡ്രോബിനെ നമ്മൾ ഡോസ് അടക്കം കംപ്ലീറ്റ് ഇപ്പോഴത്തെ ഒരു പാറ്റേണിലേക്ക് കൺവേർട്ട് ചെയ്ത് ഒരു PU ഫിനിഷിലാണ് ഇതിന്റെ ഡിസൈൻ നമ്മൾ സെറ്റ് ചെയ്തിരിക്കുന്നത്. ലോഫ്റ്റ് നമ്മൾ എക്സ്ട്രാ കൊടുത്തിട്ടാണ് ഈ ഒരു ഡിസൈനിലേക്ക് നമ്മൾ സെറ്റ് ചെയ്തിരിക്കുന്നത്. ഇവിടെ നമ്മൾ ഇതിന്റെ ഒരു ഡ്രസ്സിങ് യൂണിറ്റും സിമ്പിൾ ആയിട്ടുള്ള ഒരു മിറർ യൂണിറ്റ് നമ്മൾ കൊടുത്തിട്ടുണ്ട്. അതിനൊരു ഡ്രസ്സിങ് ടേബിളും നമ്മൾ ഇവിടെ സെറ്റ് ചെയ്തിട്ടുണ്ട്. ഒരു പഫി നമുക്കൊരു സിമ്പിളായിട്ട് ഇരിക്കാനുള്ള ഒരു സെറ്റപ്പ് നമ്മൾ അറേഞ്ച് ചെയ്തിട്ടുണ്ട്. ഈ ഒരു പോർഷനിലായിട്ട് ഇതിന്റെ ഒരു ടോയ്ലറ്റിന്റെ ഡോറ് വരുന്ന ഒരു പോർഷൻ ആയിരുന്നു. ഇവിടെ നമ്മൾ ലൂവേഴ്സ് വെച്ചിട്ട് കവർ ചെയ്തിട്ടാണ് ഈ ഡോറ് നമ്മൾ ഹിഡൻ ടൈപ്പിൽ നമ്മൾ സെറ്റ് ചെയ്തിരിക്കുന്നത്. ഇവിടെ നമ്മൾ ചെയ്ത ഈ ഒരു പ്രൊജക്റ്റ് കംപ്ലീറ്റ് നമ്മൾ പഴയ ഒരു ഡിസൈനിനെ, കാരണം നമുക്ക് ഓരോരോ ടൈമിലും ഓരോരോ ടൈപ്പിലുള്ള ട്രെൻഡ് ആയിരിക്കും നമ്മൾ ഇന്റീരിയേഴ്സിന് ഉണ്ടാവുക. ഇതൊരു 10 വർഷം മുമ്പുള്ള ഒരു ഡിസൈനിനെയാണ് നമ്മൾ ഈ ഒരു ഡിസൈനിലേക്ക്, ഈ ഒരു പാറ്റേണിലേക്ക് നമ്മൾ കൺവേർട്ട് ചെയ്തത്. ഇതിന്റെ സ്ട്രക്ചറൊക്കെ അതേപോലെ നിർത്തിയിട്ട് നമ്മൾ കോട്ടാണെങ്കിൽ കംപ്ലീറ്റ് ആ ഒരു സ്ട്രക്ചറിനെ കംപ്ലീറ്റ് അപ്പോളിസ്ട്രി കവർ ചെയ്തിട്ടാണ് ഡിസൈൻ സെറ്റ് ചെയ്തിരിക്കുന്നത്. സീലിംഗ് നമ്മൾ കംപ്ലീറ്റ് പൊളിക്കാതെ തന്നെ അതിന്റെ ഡിസൈനിൽ ചേഞ്ചസ് വരുത്തിയിട്ടാണ് ഈ ഒരു ടൈപ്പിലേക്ക് നമ്മൾ കൊണ്ടുവന്നിരിക്കുന്നത്. ഇതിന്റെ വാർഡ്രോബ് ആണെങ്കിലും A to Z കാര്യങ്ങൾ സ്ട്രക്ചർ അതേപോലെ നിർത്തിയിട്ട് അതിന്റെ ഔട്ട്ലുക്ക് നമ്മൾ കൺവേർട്ട് ചെയ്തിട്ടാണ് ഈ ഒരു ഡിസൈനിലേക്ക് എത്തിച്ചിരിക്കുന്നത്. മനോഹരമായിട്ടുള്ള ഒരു ഔട്ട്പുട്ടാണ് നമ്മൾക്ക് ഈ ഒരു വീടിൽ ചെയ്ത 2 ബെഡ്റൂമിനും നമുക്ക് കിട്ടിയിരിക്കുന്നത്.